ബാധ ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ 16 വയസ്സുകാരെ പീഡിപ്പിച്ച പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന VS രാജൻ ബാബു അറസ്റ്റിലായത്. കൊല്ലം പൂത്തൂരിലാണ് കേസ് സംഭവിച്ചിരിക്കുന്നത്. റീൽസിലും താരമായിരുന്ന രാജൻ ബാബു ചാനൽ ചർച്ചകളിലും സ്ഥിര സാന്നിധ്യവുമായിരുന്നു. ഇപ്പോഴിതാ മുരാരി തന്ത്രിയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസിൽ ജാസി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് അയാൾ എന്നെ സമീപിച്ചത് എന്ന് ജാസി പറയുന്നു. എനിക്ക് കിട്ടിയൊരു മോശം അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ത് പറയണം, ശരിയായ സമയം ഇപ്പോഴാണ്. കൊല്ലം പൂരൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ജോത്സ്യൻ മുരാരി തന്ത്രിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയാളെ ആദ്യമായി ഞാൻ കാണുന്നത് ദുബായിൽ വെച്ചാണ്. അയാളെ എനിക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നത് മറ്റാരുമല്ല, എൻ്റെ ശത്രുവായ നന്ദിനി റെഡ്ഡിയാണ്. അന്ന് ആ സ്ത്രീ തൻ്റെ സുഹൃത്തായിരുന്നു. നീ നന്നായി ആക്ടിങ് ചെയ്യുന്നതല്ലേ? മുരാരി തന്ത്രി എന്നൊരാളെ എനിക്കറിയാം. അയാൾ പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ്, അതിലേക്ക് അഭിനയിക്കാൻ അന്വേഷിക്കുകയാണ് എന്നും ഒപ്പം നൃത്തം ചെയ്യാൻ ട്രാൻസ്ജെൻഡറായി വേഷം ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട് എന്നും ആ റോൾ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നും നിന്റെ ഫോൺ നമ്പർ അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തോട്ടെ എന്ന് നന്ദിനി ചോദിച്ചു. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്പർ കൊടുക്കാൻ ഞാനും സമ്മതിച്ചു. ലേസർ ട്രീറ്റ്മെന്റ് മാത്രമാണ് ആ സമയത്ത് ഞാൻ ചെയ്തത്, ഹോർമോൺസും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുരാരി തന്ത്രി എന്നെ വിളിച്ചു. ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എനിക്ക് പറഞ്ഞു തന്നു. വീഡിയോകൾ കാണാറുണ്ട് എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ചിലരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുമുണ്ട്. സിനിമയുടെ സ്റ്റോറി കേട്ടപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. ഒരു ദിവസം വീട്ടിലേക്ക് ഇയാൾ എന്നെ ക്ഷണിച്ചു. അപ്പോഴും മോശമായി ഒന്നും തോന്നിയില്ല. ഇയാൾ ഫോടൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും ആശയും മറ്റൊരു സുഹൃത്തും കൂടിയാണ് പോയത്. ജ്യൂസ് അയാൾ തന്നെങ്കിലും ഞാൻ കുടിച്ചില്ല. അതിനിടയിൽ അയാൾ എനിക്ക് സിനിമയിലെ സീനുകൾ അഭിനയിച്ച് കാണിച്ചു തന്നു. ഞാനും ചില രംഗങ്ങൾ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ശേഷം വീണ്ടും ഒരു ദിവസം അയാൾ എന്നെ വിളിച്ച് ഡയലോഗ് പഠിച്ചോ എന്ന് അന്വേഷിച്ചു. ശേഷം ഒറ്റയ്ക്ക് കാണാൻ വരാൻ ആവശ്യപ്പെട്ടു. എനിക്കതിൽ ഒരു റോങ് ഫീൽ ചെയ്തു. നന്ദിനി റെഡ്ഡി തന്ത്രിയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കാരണം അയാൾ പകർത്തിയ വീഡിയോകൾ അവൾക്കാണ് അയച്ചു കൊടുത്തത്. ഞാൻ അത് പിന്നീട് കണ്ടുപിടിച്ചു. അയാൾ എന്നെ ഒരുപാട് വിളിച്ചെങ്കിലും ഞാൻ പോയില്ല. അയാൾ പക്ക ഫ്രോഡാണ്. കർമ്മ എന്നൊന്നുണ്ട്, ഇപ്പോൾ അത് മനസ്സിലായി. ഇനി കിട്ടാൻ പോകുന്നത് നന്ദിനിക്കാണ്. എന്നെപ്പറ്റി ടിക്ടോക്ക് ലൈവിൽ വന്ന് തന്ത്രി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുള്ളത് ദൈവം അയാൾക്ക് കൊടുത്തു എന്നും ജാസിൽ ജാസി തുറന്നു പറയുകയാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.